നമസ്തേ. കഥകളതിസാഗരത്തിലേക്ക് സ്വാഗതം. ഇന്ന് കലയരങ്ങിൻ്റെ ദിവസം. കലയരങ്ങിൻ്റെ ദിവസം എന്ന് പറഞ്ഞാൽ വൈകി, എന്നാലും ഞാൻ പതിവ് പോലെ ഇന്നൊരു റെസിപ്പിയുമായിട്ട് വന്നിരിക്കുകയാണ്. ഒരു പാചകവിധിയാണ്, പാചകത്തിൻ്റെ റെസിപ്പി. നമ്മളൊക്കെ ധാരാളം പേര് ഓരോരോ പിറന്നാൾ സദ്യയും കല്യാണ സദ്യയും മറ്റ് പല വിധത്തിലുള്ള കൊച്ചുകുട്ടികളുടെ പിറന്നാൾ സദ്യയോ അങ്ങനെ ഷഷ്ടിപൂർത്തി, ശതാഭിഷേകം, കല്യാണം, അങ്ങനെ പല പല പേരുകളിൽ അറിയപ്പെടുന്ന വലിയ വലിയ ഗംഭീര സദ്യകളൊക്കെ ഉണ്ണാറുണ്ട്. അതിലൊക്കെ ആ സദ്യകളുടെ എന്തൊക്കെയായിരുന്നു വിഭവങ്ങളെന്ന് ചോദിക്കുമ്പോൾ ഒരു ശൃംഖല പോലെ ഇങ്ങനെ പറയും. കാളൻ, ഓലൻ, അവിയൽ, സാമ്പാർ, എരിശ്ശേരി, പുളിശ്ശേരി, പച്ചടി, കിച്ചടി, കൂട്ടുകറി, വറുത്തുപ്പേരി 4, ഉപ്പിലിട്ടത് 4, പപ്പടം, വലിയ പപ്പടം, ചെറിയ പപ്പടം, നെയ്യ്, പരിപ്പ്. വായിൽ വെള്ളം ഊറുന്നു എല്ലാണ്ട്. പക്ഷേ ഇതിലൊക്കെ പേര് പറയാൻ വിട്ടുപോകുന്ന ഒരു വിഭവം അതിൻ്റെ ഇടയിലുണ്ടാകാറുണ്ട്. അത് നിർബന്ധമായിട്ടും ഉണ്ടാകും. നമ്മളത് രുചിയോടെ കഴിക്കുകയും ചെയ്യും. എന്താണ് ആ വിഭവം എന്നറിയാമോ? മധുരക്കറി. അങ്ങനൊരു വിഭവമുണ്ട്. ആ മധുരക്കറി എന്ന് പറയുന്നത് ഉണ്ടാക്കുന്നത് പൈനാപ്പിളാണ്. അതിൻ്റെ കൈതച്ചക്ക എന്ന് പറയും. ഇപ്പോൾ ധാരാളം സർവ്വസാധാരണമായ പേര് പൈനാപ്പിളിലായി. ആ പൈനാപ്പിൾ കൊണ്ടുണ്ടാക്കുന്ന മുന്തിരിങ്ങയൊക്കെ വേണം. അങ്ങനെയുള്ള ഒരു കറി. ഞാൻ ഇന്ന് അവതരിപ്പിക്കുന്നത് ഒരു മധുരക്കറിയാണ്. എനിക്കിത് 2 പൈനാപ്പിൾ കിട്ടി. പൈനാപ്പിൾ ഒരെണ്ണം അപ്പം തന്നെ ഞാൻ ചെത്തി, തൊണ്ടൊക്കെ ചെത്തി കഷ്ണങ്ങളാക്കിയിട്ട് ഒരു പ്ലേറ്റിലേക്ക് വെച്ച് ഇവിടെ എല്ലാവരും കൂടി ഇരിക്കുന്ന ഹാളിൽ ടീപ്പോയുടെ മുകളിൽ കൊണ്ടുവച്ചു. അതൊക്കെ നിമിഷ നേരം കൊണ്ടല്ലേ എല്ലാവരും എടുത്തു. എനിക്ക് വലിയ സന്തോഷം കേട്ടോ. നമ്മൾ കൊണ്ടുവന്ന് വയ്ക്കുന്നത് കഴിക്കുന്നുണ്ടല്ലോ കുട്ടികൾ, ആൾക്കാരൊക്കെ. ആരെങ്കിലും വരികയാണെങ്കിൽ അവർക്കും കൊടുക്കും. അങ്ങനെ മറ്റൊരു പൈനാപ്പിളിൽ അത് അധികം കൂടെ വച്ചേക്കാൻ കൊള്ളില്ല, പഴുപ്പായിട്ടുണ്ട്. ഇപ്പം ഈ തിന്നതിൻ്റെ പറയുക ഉടനെ അങ്ങോട്ട് തിന്നൊന്നും വരില്ല മുറിച്ചാൽ. അപ്പം എന്ത് ചെയ്യുക? അപ്പോൾ പറഞ്ഞു എന്നാൽ ശരി, ഒരു മധുരക്കറി ഉണ്ടാക്കാം എന്ന് കരുതി ഞാൻ ഇന്നൊരു മധുരക്കറി ഉണ്ടാക്കി. പൈനാപ്പിൾ ഇതിന് വേണ്ട ഒരു മധുരക്കറി ഉണ്ടാക്കുന്നതിന് വേണ്ട വിഭവങ്ങൾ പൈനാപ്പിൾ മാത്രം പോരാ. ഞാൻ എങ്ങനെയാണ് സദ്യക്കുള്ള മധുരക്കറി ഉണ്ടാക്കുന്നത് എന്നൊന്നും എനിക്കറിഞ്ഞുകൂടാ. എനിക്ക് ഇഷ്ടപ്പെട്ടൊരു വിഭവമാണ്, ഞാൻ കൂട്ടാറുണ്ട് എന്നുള്ളതൊരു സത്യമാണ്. എൻ്റേതായ ഒരു സ്റ്റൈലിൽ ഞാൻ ഇവിടെ അവതരിപ്പിക്കാം. പൈനാപ്പിളിൻ്റെ കൂടെ ഞാൻ ഒരു കഷ്ണം മത്തങ്ങ കൂടെ ചേർക്കാറുണ്ട്. കഷ്ണം നുറുക്കി കഴിഞ്ഞാൽ വലിയ കഷ്ണങ്ങളായിട്ട് നുറുക്കി വയ്ക്കുക, 2ഉം 2ആയിട്ട്. തൊണ്ട് കളഞ്ഞ് പഴുത്ത മത്തങ്ങ ഒരു 10-12 കഷ്ണം, ഒരു 10-20 കഷ്ണം പൈനാപ്പിളും. അതായത് 3 ഭാഗങ്ങളിൽ 2 ഭാഗം പൈനാപ്പിൾ, 1 ഭാഗം മത്തങ്ങ. ഇത് അസലായിട്ട് വേവിക്കുക. ഇപ്പൊക്കെ കുക്കറുണ്ടല്ലോ, പണ്ടൊന്നും കുക്കറല്ല, ഇടിച്ചുടച്ച് കൽച്ചട്ടിയിൽ വേവിച്ചിട്ട് ഇടിച്ചുടച്ച്, അല്ലെങ്കിൽ ചീൻചട്ടിയിൽ വേവിച്ചിട്ട് ഇടിച്ചുടയ്ക്കും. അമ്മ അങ്ങനെയൊക്കെ ചെയ്യണതാണ്. ഇത് ഈ മത്തങ്ങ വേറെ പാത്രത്തിൽ വയ്ക്കുകയാണെങ്കിൽ അങ്ങനെ, അതല്ലെങ്കിൽ ഒരുമിച്ച് വയ്ക്കാം. എന്നിട്ടിങ്ങനെ എടുത്ത് മാറ്റിയിട്ടാൽ മതി. മത്തങ്ങ അസലായിട്ട് അങ്ങോട്ട് ഉടയ്ക്കുക. ഇപ്പൊക്കെ മിക്സിയിൽ വെച്ചിട്ട് അങ്ങോട്ട് യോജിപ്പിക്കാമല്ലോ. മത്തങ്ങയ്ക്ക് മിക്സിയൊന്നും വേണ്ട, നല്ലോണം വെന്ത കുക്കറിൽ വെച്ച് വെന്ത് കഴിഞ്ഞാൽ വെറുതെ ഒന്നിങ്ങനെ. ഞാൻ സാധാരണ ചെയ്യാറ് കടകോല്, മരത്തിൻ്റെ കടകോലില്ലേ, ഒരു ബേസണിലൊക്കെ ഇട്ടിട്ട് കടകോല് വെച്ച് ഒന്ന് അങ്ങോട്ട് ഒതുക്കും. അപ്പോൾ അസലായിട്ട് ഇതാകും. അത് കഴിഞ്ഞിട്ട് പൈനാപ്പിളും ഒന്ന് ഒതുക്കണം. മത്തങ്ങയുടെ പോലെ പൂർണ്ണമായിട്ട് ഒതുങ്ങരുത്. ഇടയ്ക്കിടയ്ക്ക് ഒരു ചെറിയ ചെറിയ കഷ്ണങ്ങളൊന്ന് കടിക്കാൻ ഇത് പൈനാപ്പിളിൻ്റെ കഷ്ണം കിട്ടണം. ആ സ്റ്റൈലിലിടുക. അത് കഴിഞ്ഞിട്ട് അത് 2ഉം കൂടെ അവിടെ വയ്ക്കുക. ഞാൻ ഹിൻഡാലിയത്തിൻ്റെ ചീൻചട്ടിയിലാട്ടോ ഉണ്ടാക്കാറ്. ഹിൻഡാലിയത്തിൻ്റെ ചീൻചട്ടി എടുത്ത് അടുപ്പത്തേക്ക് വെച്ച് ആദ്യം അതിലൊരു സ്പൂൺ നെയ്യ് അങ്ങോട്ട് ഇടും. ആ നെയ്യിൽ ഇത് പഞ്ചസാര പാവ് കാച്ചിയാണ് ആദ്യം വേണ്ടത്. പക്ഷേ ഇന്ന് ഞാനൊരു പണി ചെയ്തു. കാരണം പച്ചമുന്തിരിങ്ങയാണ് ഇതിൻ്റെ കൂടെ ഇടേണ്ടത്.
അപ്പം പച്ചമുന്തിരിങ്ങ ഇപ്പം കിട്ടാൻ ഇത്തിരി വിഷമമാണ്. അപ്പം ഞാൻ എന്ത് ചെയ്തു എന്നോ, ഉണക്കമുന്തിരിങ്ങ ഉണ്ട്. ആ ഉണക്കമുന്തിരിങ്ങ, ചുമന്ന മുന്തിരിങ്ങ, ആ മുന്തിരിങ്ങ ഈ നെയ്യിലൊന്നങ്ങോട്ട് വറുത്തെടുത്ത് മാറ്റി വെച്ചു. എന്നിട്ട് ആ നെയ്യിലേക്ക് ഒരു 4 സ്പൂൺ പഞ്ചസാര ചീഞ്ചട്ടിയിലേക്ക് ഇട്ടു. കൈ കൊണ്ട് ഇങ്ങനെ പതുക്കനെ ഒരു കൈ വെള്ളം ഇങ്ങനെ അങ്ങോട്ട് തെളിച്ചു. ഈ പഞ്ചസാര അലിഞ്ഞ് പഞ്ചസാര പാവ് മുറുകി അങ്ങോട്ട് വരണതിന് മുൻപായിട്ട് എല്ലാം അലിഞ്ഞ് പൂർത്തിയായി കഴിഞ്ഞാൽ ഉടൻ തന്നെ ഈ ഉടച്ചു വെച്ചിരിക്കുന്ന മത്തങ്ങയും പൈനാപ്പിളും കൂടി അതിലേക്ക് അങ്ങോട്ട് ഇടുക. എന്നിട്ട് ഒന്നങ്ങോട്ട് വരട്ടി ചീഞ്ചട്ടിയുമ്പോൾ ഒട്ടിപ്പിടിക്കുകയൊന്നുമില്ല, നെയ്യുണ്ടല്ലോ, അതുകൊണ്ട് അങ്ങോട്ട് ഒട്ടിപ്പിടിക്കില്ല. അത് ഏതാണ്ട് ഒന്നങ്ങോട്ട് ആയി വന്ന് ചട്ടുകം കൊണ്ട് ഇളക്കാവൂ, തവി കൊണ്ട് ഇളക്കരുത്. പൈനാപ്പിൾ വീണ്ടും ഉടയും, അത് പാടില്ല. കഷ്ണം അങ്ങനെ കിടക്കണം. അത് കഴിഞ്ഞ് ഒരുമാതിരി പഞ്ചസാരയൊക്കെ അതുമ്പോൾ ചേർന്നിട്ടുണ്ട് എന്ന് വരുമ്പോൾ അതിലേക്ക് 1 സ്പൂൺ തേൻ ഒഴിക്കുക. തേൻ മധുരമുള്ളതാണ്, ഒന്നത് മുറുകിയും കിട്ടും. ഈ തേൻ ഒഴിച്ച് കഴിഞ്ഞിട്ട് ചുക്കും ജീരകവും പൊടിച്ചത്, അല്പം ചുക്കും ജീരകവും പൊടിച്ചത് ഇതിൻ്റെ മീതി അങ്ങോട്ട് വിതറും. അപ്പോഴത്തേക്ക് ഇത് പാവ് ഇങ്ങനെ പാകായി ഇളക്കിക്കൊണ്ടിരിക്കുമല്ലോ നമ്മൾ. പാകായിട്ട് അങ്ങോട്ട് വരുമ്പോൾ ഈ വറുത്ത് വെച്ചിരിക്കുന്ന മുന്തിരിങ്ങ കൂടെ അതിനകത്തേക്ക് അങ്ങോട്ട് ഇടുക. ഇളക്കി ചേർത്ത് ഒരു പാത്രത്തിലേക്ക് അങ്ങോട്ട് പകർത്തിയെടുത്ത്, ഒട്ടും പിടിക്കില്ല ചീഞ്ചട്ടിയിൽ, എല്ലാം പകർത്തിയെടുത്തൊരു ബേസിനിലേക്കോ മറ്റോ പകർത്തിയെടുത്ത് ഊശി അവിടെ വയ്ക്കുക. എന്നിട്ട് അത് നമുക്ക് ആവശ്യത്തിന് പാകാവുമ്പോൾ വിളമ്പാം. അപ്പം ഞാൻ ഇന്ന് ഇതുണ്ടാക്കിയത് ഉച്ചയ്ക്ക് മുൻപായിട്ടാണ്. അപ്പം ഉച്ചയ്ക്ക് ഊണിൻ്റെ സമയത്ത് കുറേയൊക്കെ കൂട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചവിടെ വെച്ചു. കുറേ പേരൊക്കെ കൂട്ടി. സത്യം പറഞ്ഞാൽ ഇപ്പം നിങ്ങളെ കാണിച്ചു തരാൻ കുറച്ചേ ഉള്ളൂ ഈ മുതൽ. എന്നാലും ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് പൈനാപ്പിൾ മധുരക്കറി. ഞാനുണ്ടാക്കിയ മധുരക്കറി ഒന്ന് കാണൂ. കടുകോ മുളകോ കറിവേപ്പിൻ്റെ ഒന്നും വേണ്ട. ഈ മധുരം ക്രമീകരിക്കുന്നതിന് വേണ്ടി ഒരുമാതിരി ഇതങ്ങടായി വരുമ്പോൾ ഈ പച്ചക്കറികളെന്ന് പറഞ്ഞാൽ മത്തങ്ങയും പൈനാപ്പിളും കൂടി ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ പായസത്തിന് ഉപ്പിടുക എന്നൊക്കെ പറയണ പോലെ ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പിടണം. അപ്പോഴേ ആ മധുരത്തിനൊരു എടുപ്പ് വരുള്ളൂ. അല്ലെങ്കിൽ മധുരത്തിൻ്റെ ഒരു ഇത്തിരി ഒരു അപാകതയുള്ള പോലെ തോന്നും. ഈ ഉപ്പ് ചെന്ന് കഴിഞ്ഞാൽ മധുരത്തിന് എടുപ്പ് വന്നു, അപ്പോഴാണ് കൂടുതൽ ടേസ്റ്റ്. അപ്പം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് പൈനാപ്പിൾ കൊണ്ടൊരു മധുരക്കറി. ഇതാ ഇത്രയ്ക്ക് ഉള്ളൂ കേട്ടോ. ഇനി കണ്ടോ, പൈനാപ്പിൾ, മത്തങ്ങ, മുന്തിരിങ്ങ, പിന്നെ അല്പം നെയ്യ്, അല്പം തേൻ, ഒരു നുള്ള് പഞ്ചസാര, ഇത്രയ്ക്ക് വേണ്ടു. ഇതെല്ലാം കൂടി ചേർത്തൊരു മധുരക്കറി. ഈ ആഴ്ചയിലെ പാചകവിധിയിലേക്ക് എൻ്റെ കോൺട്രിബ്യൂഷൻ പൈനാപ്പിൾ കൊണ്ടൊരു മധുരക്കറി. ഇത് നിങ്ങൾ കഴിച്ചിട്ടുണ്ടാകും, ഇഷ്ടമാണ് എല്ലാവർക്കും. വീടുകളിൽ അങ്ങനെ ഉണ്ടാക്കാറ് പതിവുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും, എല്ലാവരും ഇഷ്ടപ്പെടും. ഇത് ചപ്പാത്തിക്ക് മധുരം ഇഷ്ടമുള്ളവർക്ക് ചപ്പാത്തിയും മധുരക്കറിയായിട്ട് കൂട്ടി ചപ്പാത്തി കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക്, ഗോതമ്പിൻ്റെ കൂടെ മധുരം വരുമ്പോൾ ഒരു സ്വാദാട്ടോ കഴിക്കാൻ. വിരോധമില്ല, വലിയ ഷുഗറും കുഴപ്പമൊന്നും ഇല്ലാത്തവർക്ക് ആണെങ്കിൽ ഈ ഒരു കറി കൂട്ടി ചപ്പാത്തി കഴിക്കാം. ഊണിന് തന്നെ നമ്മൾ ഇടയ്ക്കല്ലേ ഈ മധുരം കഴിക്കുന്നത്, അതുപോലെ. അപ്പോൾ ഈ ആഴ്ച ഞാനുണ്ടാക്കിയ വിഭവം മധുരക്കറി നിങ്ങളും ഉണ്ടാക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയോടെ ഞാനങ്ങനെ ആഗ്രഹിക്കുന്നു. നിങ്ങളും ഇന്നുണ്ടാക്കും എന്ന് കരുതി ഞാനിത് നിങ്ങൾക്ക് സമർപ്പിക്കുകയാണ്. പൈനാപ്പിൾ മധുരക്കറി. ഇതുവഴി വന്നാലും ഇത്തിരി നേരം ഇരുന്നാലും കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണേ, കാര്യം പറയും കഥയാണേ. ഇഷ്ടപ്പെട്ടില്ലേ മധുരക്കറി?
ഒന്ന് പറഞ്ഞു കൊടുക്കൂ കേട്ടോ, മറ്റുള്ളവർക്കും കൂടി. പൈനാപ്പിളിൻ്റെ സീസണാണിപ്പോൾ, നമുക്ക് ഇടയ്ക്ക് ഉണ്ടാക്കാം. പൈനാപ്പിൾ കൊണ്ട് പായസവും വയ്ക്കും. ഇതുപോലെ ചിലർ തേങ്ങാപ്പാൽ വേണമെന്നുള്ളൂ. ഇത് ഇനിയൊരു ദിവസം പറഞ്ഞുതരാം. എല്ലാവർക്കും നന്ദി. ഞാൻ നിങ്ങളുടെ മാലതി ചേച്ചി.